ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെയും നീ 2026 എഴുതാൻ പോണ കുട്ടികളെ അഡ്രസ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വീഡിയോ ആണ്. സോ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 79 ഡേയ്സ് ആണ് റിമൈനിങ് നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ. ഓൾമോസ്റ്റ് 80 to 79 ഡേയ്സ്. അപ്പോൾ ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് ചാകാറായി നിൽക്കുന്ന ഒരു ഫേസ് എന്ന് എനിക്കറിയാം. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വയ്യ പറ്റുന്നില്ല, ടെൻഷനാണ്. നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം എനിക്കും ഭയങ്കര ടെൻഷനായി തുടങ്ങിയ ഒരു ടൈമാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യണം, ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും കാലം നല്ലോണം പഠിച്ചു വന്ന കുട്ടികളും ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടൈമാണത്. ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കോറിന് വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു ഫേസാണിത്. അപ്പം നിങ്ങൾ ആ ഒരു പ്രതീക്ഷ കൈവിട്ട് നിൽക്കരുത്, ഒന്നും പഠിക്കാതിരിക്കരുത്. പ്രോപ്പറായിട്ട് ടെൻഷൻ മാറ്റി വെക്കുക, പഠിക്കണം. അപ്പം ടെൻഷൻ മാറ്റി വെക്കാനുള്ള എനിക്ക് എങ്ങനെയാണ് ടെൻഷൻ മാറ്റിയത് ഈ കഴിഞ്ഞ വർഷം ഈ ടൈമിൽ എന്ന് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത്, നിങ്ങൾ എന്തായാലും ഇപ്പൊ നീറ്റ് ഈ വർഷം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ അങ്ങനെ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പൊക്കോ. ലൈഫ് ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും. ഞാൻ ഒരു കാര്യം 2025 ബിഗിനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. നിങ്ങളുടെ ഈ ഒരു ഫേസിലായിരുന്നു, നിങ്ങളെപ്പോലെ റിപ്പീറ്റർ ആയിരുന്നു. പക്ഷെ 2025 എൻഡിങ് ആയപ്പോൾ എനിക്ക് ഞാൻ തന്നെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പം മെഡിക്കൽ കോളേജിൽ കയറി. ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിൻ്റെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. ഒരു റിപ്പീറ്ററിന്റെ ലൈഫും ഒരു മെഡിക്കൽ കോളേജിൽ കയറിയ സ്റ്റുഡന്റിന്റെ വ്യത്യാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വിത്തിൻ 2 months വിത്തിൻ 2 months അല്ല, ഒരു നീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം അഡ്മിഷൻ ആവുമല്ലോ. ഈ ഒരു ഫേസും നിങ്ങൾ കോളേജിൽ കയറി കഴിഞ്ഞ ഫേസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫേസിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു മൊമെന്റ് ടെൻഷൻ അടിച്ച് വേസ്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഇപ്പം എൻ്റെ ഒരു ഫേസിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ലൈഫിൽ ആ ഒരു ഫേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം നിങ്ങളിപ്പോൾ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ ഏറ്റവും ഒരു കോർ മൂവ്മെന്റ് ഇല്ല, ഏറ്റവും ടെൻഷൻ അടിച്ച് കാണുന്ന ആ ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന സീനില്ലേ, ആ സീനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതിനെ മാക്സിമം എൻജോയ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി ഇങ്ങനത്തെ ലൈഫിൽ ഒരു വലിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഫേസ് ഇനി വരിക. അപ്പം മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം പവറായിട്ട് നിന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ലോണം അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ഫേസാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ഫേസ് കഴിഞ്ഞ് പുതിയൊരു ഫേസിലേക്ക് കടക്കാൻ പോവാണ്. ദ ലാസ്റ്റ് 2 months ഓഫ് ദിസ് ഫേസ് ഓഫ് യുവർ ലൈഫ്. അതിനെ നിങ്ങൾ കൈവിട്ട് ടെൻഷൻ അടിച്ച് കളയല്ലേ. അതിന് നിങ്ങൾ പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി നിങ്ങൾ കൊടുക്കുക. കാരണം ലൈഫിൽ ഈ ഫേസിനെ ഇല്ല. The last 2 months of your life as a repeater. ഞാൻ കൂടുതലും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണ് അഡ്രസ് ചെയ്യുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക ഈ ഒരു ഫേസിൽ. ഇപ്പൊ എത്ര വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത ആളാണെങ്കിലും നിങ്ങളോട് പറയാണ്, ഇതിനെ മാക്സിമം നിങ്ങൾ അങ്ങ് കൊടുക്കുക. കാരണം ദിസ് ഇസ് ദ ലാസ്റ്റ് 2 months ഓഫ് യുവർ റിപ്പീറ്റർ ലൈഫ്. ഇനി അങ്ങോട്ട് ഈ ഒരു വർഷം 2026 നീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വലിയൊരു, പിന്നെ കുറച്ച് കാലം അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. അത് നല്ല സുഖമാണ്, വെറുതെ ഇരിക്കാം. അത് കഴിഞ്ഞ് MBBS എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും സുഖമാണ്. വേറെ തന്നെ ഒരു ലൈഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളിയാണ്. എല്ലാവരും ടെൻഷൻ മാറ്റി വെച്ച് ഈ ഒരു സ്പിരിറ്റിൽ പഠിക്കുക. നിങ്ങളുടെ ലാസ്റ്റ് 2 months ഓഫ് യുവർ ലൈഫ് ആസ് എ റിപ്പീറ്റർ, ഈ ഒരു കാര്യം മാത്രം ഓർത്ത് മുന്നോട്ട് പോകും. ഉഷാറായിട്ട് പഠിച്ചു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാവരും.